ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരു കൂട്ടായ്മയുടെ മുഖ്യ അഡ്മിൻ ശ്രീമാൻ ഉദയൻ KR മാവേലിക്കര, കോർഡിനേറ്റർ ശ്രീമാൻ രജീത് കിങ്കൽ മല്ലപ്പള്ളി, അഡ്മിൻ ടീം അംഗങ്ങളായ ശ്രീമതി സുധാ സുരേന്ദ്രൻ, ശ്രീമതി ബീന ഗോപിദാസ് ജി, ശ്രീമതി ഇന്ദു സുരേഷ് ജി, ശ്രീമതി ML ഉഷരാജ് ജി, ശ്രീമതി ഉഷാ മുരളി ജി, ശ്രീമാൻ രാജേഷ് ഷോട്ടൂർ, കൂട്ടായ്മയിലെ പ്രിയ ആത്മസഹോദരങ്ങളെ, ശ്രീനാരായണ ഗുരു കൂട്ടായ്മയുടെ 8ാമത് വാർഷികം ഇന്നും നാളെയുമായി നാം കൊണ്ടാടുമ്പോൾ അറിവിൻ്റെ ഒരു പൂക്കാലം തന്നെ തീർത്തുകൊണ്ട് വിവിധങ്ങളായ വിഷയങ്ങൾ വിശകലനം ചെയ്ത് നമ്മുടെ അറിവിൻ്റെ തലം കൂടുതൽ വിടർത്തിയെടുക്കുന്നതിനായി നാം ഈ ഉത്സവകാലം, ശ്രീനാരായണ ഗുരു കൂട്ടായ്മയുടെ ഈ ഉത്സവകാലം നാം പ്രയോജനപ്പെടുത്തുന്നു. കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഇന്നേ ദിവസം അങ്ങനെയുള്ള നമ്മുടെ ഈ അറിവിൻ്റെ ഉത്സവത്തിൽ ഈ ഉള്ളവൻ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഞാനും ദൈവവും എന്നുള്ളതാണ്. ഞാനും ദൈവവും. ഇവിടെ ഞാൻ എന്നുള്ളത് എന്താണ്, ആരാണ്? ദൈവം എന്നുള്ളത് എന്താണ്, ആരാണ്? നാം ഒന്ന് ചിന്തിച്ചാൽ, ഞാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന്റെ ഓർമ്മയിലേക്ക് ഓടി വരുന്നത് അവൻ്റെ ഈ ഭൗതിക സാഹചര്യങ്ങളും ഈ ശരീരബോധവും തന്നെയാണ്. ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ വിശകലനം ചെയ്യുമ്പോൾ ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ പ്രതീഷ് അങ്കമാലിയാണ് സ്വദേശം, ശ്രീനാരായണ ഗുരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. ഇത്തരത്തിലുള്ള വിശകലനങ്ങളായിരിക്കും ഞാൻ എന്ന പദത്തിലൂടെ എന്നിലേക്ക് ഓടിയെത്തുക. അതോടൊപ്പം തന്നെ എൻ്റെ ഭൗതിക സാഹചര്യങ്ങളും എൻ്റെ കുടുംബ സാഹചര്യങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഞാനിനെയാണ് ഇവിടെ ഞാൻ കണ്ടെത്തുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ ആ ഞാനിനെ സംബന്ധിച്ച് നാം വിശകലനം ചെയ്യുമ്പോൾ നമ്മുടേതായ ഒട്ടേറെ അലച്ചിലുകൾ, ഓട്ടങ്ങൾ, വിലാപങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ആരോരും അറിയാത്ത സങ്കടങ്ങൾ, കഷ്ടപ്പാടുകൾ ഇതെല്ലാം എന്നിലേക്ക് ഓടിയെത്തുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആകത്തുകയാണോ ഞാൻ എന്ന് പറയുന്നത്? ഇതാണ് നാം വിശകലനം ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ എന്ന് പറയുമ്പോൾ ഈ വിഷയം ശ്രവിക്കുന്ന ഓരോരുത്തരും അവരവരിലുള്ള ആ ഞാനിനെ കണ്ടെത്തേണ്ടതുണ്ട്. അവരവരിലുള്ള ആ ഞാൻ എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ ഒരംഗം, ഈ സമൂഹത്തിലെ ഒരംഗം, അല്ലെങ്കിൽ ആ കൂട്ടായ്മയിലെ ഒരംഗം, അങ്ങനെ ഒരുപാട് ഞാനുകളെ നമുക്ക് അതിനകത്ത് കണ്ടെത്താൻ പറ്റും. ഇതിൻ്റെ എല്ലാം ആകത്തുകയാണോ ഞാൻ എന്നുള്ളത് നാം ഓരോരുത്തരും ചോദിച്ചു നോക്കുക. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ആകത്തുകയാണോ എന്ന് ഞാനെന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവിടെയും ഒരു അപൂർണത നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്, അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താ? ഞാൻ ഇനിയും എന്തൊക്കെയോ, എന്തിനോ വേണ്ടി, എന്തിനെയോ ഞാൻ തേടുന്നുണ്ട്. എന്തിനോ വേണ്ടി തേടുന്ന ആ തേടൽ എന്നിലേക്ക് എത്തുമ്പോഴാണ് അവിടെ ഞാൻ എന്നുള്ള എനിക്കൊരു പൂർണ്ണത കൈവരുന്നുള്ളൂ. അപ്പോൾ എന്നെ പൂർണ്ണമാക്കുന്ന എന്തോ ഒന്ന് എനിക്ക് ലഭിക്കാനുണ്ട്. അതുവരെ എൻ്റെ ഈ തേടൽ തുടർന്നുകൊണ്ടേയിരിക്കും. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിരുന്നു. ജഗതിയിൽ ഇമ്മതമേഘമെന്ന് ചിന്തിച്ചകമണയാതകതാരമർത്തിടേണം. ഈ തേടലിന്റെ മറ്റൊരു തലമാണ് അവിടെ പറയുന്നത്. അഖിലരും ആത്മസുഖത്തിനായി, അവിടെ ആ ആത്മസുഖത്തെയാണ്
നാം തേടുന്നത്. ഈ ആത്മസുഖത്തെ തേടുന്നതിനായി ഞാൻ പ്രതീഷ് അങ്കമാലി ശ്രീനാരായണ ഗുരു കൂട്ടായ്മയുടെ ഭാഗം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ ഭാഗം, ഈ സമൂഹത്തിന്റെ ഭാഗം, ഈ സമുദായത്തിന്റെ ഭാഗം, അങ്ങനെ ഒട്ടേറെ ലേബലുകൾ നാം ധരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയെല്ലാം ഞാൻ എന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ സുഖത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഖത്തെ ഞാൻ ഇങ്ങനെ തേടി ഒടുവിൽ ആ സുഖത്തെ നാം കണ്ടെത്തിയിട്ടാണോ ഈ ശരീരം വിട്ടകന്ന് ആ പരമാത്മാവിൽ ലയിച്ചു പോകുന്നത്? നാം ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. അപ്പോൾ ഈ തേടൽ അതിന്റെ പരിപൂർണതയിലേക്ക് എത്താത്തതിന്റെ കാരണം എന്താ? ഞാൻ ഓരോ വിവിധങ്ങളായ ലേബലുകൾ സ്വീകരിച്ച് അതിന്റെ അതാത് തലങ്ങളിലൂടെയൊക്കെ അന്വേഷിച്ചിട്ടും ഞാൻ എന്നിലുള്ള ആ ആത്മസുഖത്തെ, അല്ലെങ്കിൽ എന്നിലുള്ള ആ പൂർണ്ണതയെ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ അതിന്റെ അർത്ഥം നാം തേടുന്നത് പുറമെയാണ് എന്നുള്ളതാണ്. പുറമെയാണ് ഞാൻ എല്ലാത്തിനെയും തേടുന്നത്. എൻ്റെ സുഖത്തെ തേടുന്നത് പുറമെയാണ്. അങ്ങനെ പുറമേ എൻ്റെ സുഖത്തെ തേടുമ്പോൾ എല്ലായിടത്തും തേടി അലഞ്ഞു. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു. അങ്ങനെ ഒരു പാട്ട് നാം കേട്ടിട്ടില്ലേ? നാം നമ്മുടെ ആത്മസുഖത്തെ തേടി നാം അലയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഈശ്വരനെ തന്നെയാണ് തേടി അലയുന്നത്. എന്നിട്ട് നാം കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നാം പുറമെയുള്ള തേടൽ നിർത്തിക്കൊണ്ട് നാം ഉള്ളിലേക്ക് തിരിയേണ്ടിയിരിക്കുന്നു. എൻ്റെ സുഖം എന്ന് പറയുന്നത് പുറമേ കാണുന്ന വസ്തുക്കളിലല്ല, പുറമേ കാണുന്ന സുഖവിഷയങ്ങളിലല്ല, എൻ്റെ മനസ്സിലാണ് എന്ന്. എൻ്റെ മനസ്സ് ഏതൊന്നിലാണോ തൃപ്തിപ്പെടുന്നത്, പരിപൂർണമായ തൃപ്തിപ്പെടുന്നത്, അതിലേക്ക് താദാത്മ്യം പ്രാപിക്കാൻ എനിക്ക് സാധിക്കണം. അവിടെ ദാരിദ്ര്യ മഹാദുഃഖം അണഞ്ഞിടരുതെന്നിൽ എന്ന് കോലത്തീരശ സ്തവത്തിൽ ഗുരു പറയുന്നുണ്ട്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ദാരിദ്ര്യം ഇല്ലാതാകുമ്പോൾ നമുക്ക് ആത്മസുഖം കണ്ടെത്തുന്നു. പിന്നെ നമുക്ക് ഒന്നിനെയും തേടേണ്ടതില്ല. ആ ഒരു തലത്തിലേക്ക് എത്തുന്നു. ഇതാണ് ഞാൻ എൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് എന്നിലുള്ള ആത്മസുഖത്തെ, ആത്മസത്തയെ കണ്ടെത്തുമ്പോഴാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകട്ടെ. ആ തിരിച്ചറിവിന് വേണ്ടി നാം തേടട്ടെ. ഇനി ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, നാം വിവിധങ്ങളായ രൂപഭാവങ്ങളിലും ഒക്കെ നാം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവം എന്നുള്ള ആ ഒരു തത്വത്തിന് ഒരു പൂർണ്ണത, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കുറച്ചുകൂടി വ്യക്തമാകണമെങ്കിൽ ഗുരുവിൻ്റെ ജീവചരിത്രത്തിലെ ഒരു ഏട് നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. നാമും ദൈവവും ഒന്നായിരിക്കുന്നു. ഇനി നമുക്ക് വ്യവഹരിക്കാൻ സാധിക്കുകയില്ല. ഗുരുവിൻ്റെ ഈ വാക്കുകൾ നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം എന്ന് പറഞ്ഞ തത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വ്യവഹരിക്കാൻ സാധിക്കുകയില്ല. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം, ആ ആത്മരൂപം, അവനിയിൽ ആദിമമായ ആത്മരൂപമാണ് ദൈവം. ഏകമായ അറിവാണ്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി ഒന്നാശു തന്മതി മറന്ന ആ ഒന്നായ മാമതിയാണ് ദൈവം. അവിടെ ഏകസത്ത ഇല്ല. അതായത് എനിക്ക് എൻ്റെതായ ഉണ്മ, അതായത് ദ്വൈതമില്ല. അവിടെ ഞാൻ എന്നുള്ളതില്ല, നാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ സകലതുമായിരിക്കുന്ന ആ സകലതുമായിരിക്കുന്നതും സകലതിനും കാരണമായിരിക്കുന്നതുമായ ഏതൊരു സത്യമാണോ, ഏതൊരു ചൈതന്യമാണോ, ഏതൊരു സത്തയാണോ, അതാണ് ദൈവം. അപ്പോ ആ സത്ത തന്നെയാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവിൽ എത്തുന്നത് എപ്പോഴാണ്? എൻ്റെ ആത്മസുഖത്തെ കണ്ടെത്തുമ്പോൾ, ഞാൻ എന്നിലുള്ള ആ ആത്മസുഖത്തെ കണ്ടെത്തുമ്പോൾ, എൻ്റെ ദാരിദ്ര്യം ഇല്ലാതാകുമ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത് ഞാൻ തേടുന്ന ആ സത്യം, ആ സുഖം എന്ന് പറയുന്നത് ജഗതിയിൽ ഇമ്മതമേകമെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ തേടുന്ന അതേ സുഖം തന്നെയാണ് ഈ ലോകത്ത് എല്ലാവരും തേടുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദാരിദ്ര്യം ഇല്ലാതാകുന്നു. നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവസത്തയെ നാം കണ്ടെത്തുന്നു. നാം ശരീരമല്ല, അറിവാകുന്നു, സകലതും അറിവാകുന്നു. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്?
നമ്മളിലുള്ള ആ അറിവിന് എന്താണ് സംഭവിക്കുന്നത്? ത്രിഗുണങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ത്രിഗുണമയം തിരുനീറണിഞ്ഞ് നാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഗുണങ്ങളാൽ നാം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ആത്മസത്തയെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിനെ മറികടന്ന് നാം നമ്മിലുള്ള ആ ആത്മസത്തയെ കണ്ടെത്തുമ്പോഴാണ് നാമും ദൈവവും ഒന്നായിരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. നാം നമ്മുടെ തേടൽ തുടരട്ടെ. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ആ സത്തയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കട്ടെ. നാം ഉദാഹരണമായി പറഞ്ഞാല്, സ്വർണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ സ്വർണത്തിന്റെ രൂപത്തിലല്ല നമുക്ക് കാണാൻ സാധിക്കുക. അതിനോടൊപ്പം ഒട്ടേറെ വസ്തുക്കൾ കൂടിച്ചേർന്ന് ഒരു മിശ്രിതമായിട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് സ്വർണത്തെ നാച്ചുറലായിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുക. എന്നാൽ പിന്നെ അതിൽ നിന്ന് സ്വർണത്തെ വേർതിരിച്ചെടുക്കുന്നതാണ്. അപ്പോഴാണ് സംശുദ്ധമായ സ്വർണത്തെ നമുക്ക് ലഭിക്കുന്നത്. ഇതുപോലെ നാം ഓരോരുത്തരും അറിവ് തന്നെയാണ്, എന്നാൽ ഈ ത്രിഗുണങ്ങളാൽ നാം മൂടപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് നാം ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ഞാനെന്നുള്ള ആ അറിവ് തന്നെയാണ് പരമമായ അറിവ് എന്ന് നാം മനസ്സിലാകുകയും അങ്ങനെ നാമും ദൈവവും ഒന്നാകുന്ന അവസ്ഥയിലേക്ക്, ഞാനെന്നുള്ള ബോധമില്ലാതായി ദൈവമെന്ന ആ പരബോധത്തിലേക്ക് നാം എത്തുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സാധന തുടരാം, ആത്മസാധന തുടരാം. നമ്മുടെ ആത്മസുഖത്തെ കണ്ടെത്തുവാനായിട്ട് നാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി തിരഞ്ഞു തേറേണ്ടതുണ്ട്. ആ തിരഞ്ഞു തേറൽ ഇനിയും തുടരട്ടെ. എല്ലാവർക്കും ശ്രീനാരായണ ഗുരു കൂട്ടായ്മയുടെ 8ാമത് വാർഷികത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.